ചായ വട വേടോ, ഓ ചായ വട വേടോ. ഹലോ, ഞാൻ MC. ഹായ്, എല്ലാവർക്കും വേണ്ടി എൻ്റെ ഒരു പുതിയൊരു സർവർ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസാസ്റ്ററില്ല, നോക്കണ്ട, ഇത് വേറൊരു സർവറാണ്. ഇത് തന്നെ ഈ സർവർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ടട്ടടാ, സൈഡ് വയ്ക്കുന്നത് അത് MC Gamer 4. അതിൻ്റെ താഴെ റാങ്ക് യൂട്യൂബർ, ഇത് തന്നെ യൂട്യൂബർ. അതിൻ്റെ താഴെ വയ്ക്കും എത്ര മണിക്കൂർ കളിച്ചത്, 5 മണിക്കൂർ. അത് താഴെ പൈസ ഇട്ട് നോക്ക്, 1 ലക്ഷം ഉണ്ടായിരുന്നു, ബാക്കിയല്ല ചിലവ്. അത് തന്നെ എൻ്റെ ഇതിൻ്റെ അകത്തുള്ള ഓറെന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഞാൻ ഈ സർവർ കയറിയപ്പോൾ തന്നെ ഈ സർവർ ഓർഡർ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കണ്ടിട്ട് എനിക്ക് പൈസ തന്നു, യൂട്യൂബർ റാങ്ക് തന്നു. അല്ല പിന്നെ MC ഓറാ. ഇപ്പോൾ ഈ സർവറിൽ ഞാൻ ഏകദേശം പൈസയുടെ സ്ഥലത്തിൽ 5 വട്ടം കാണാൻ തോന്നുന്നു. MC ഓറാറ് വേറെയാണ് കഴിച്ചത്. MCയുടെ ഓറ അത് വേറെ ലെവലാണ്. ഇത്ര പൈസ ഉണ്ട്, എങ്ങനെ ചിലവാക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കൂടാതെ ഇതിനകത്ത് മോനസ് ഗെയിമറുണ്ട്. അവൻ പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട് ആരെടുത്ത് അവൻ യൂട്യൂബറാണ് പറഞ്ഞ് അവന് റാങ്ക് കിട്ടും. അതുകൊണ്ട് അവൻ സീക്രട്ട് ഐഡൻറ്റിറ്റി ആയിട്ട് കളിക്കുക. അതന്നെ അവൻ സീക്രട്ട് അതിനകത്ത് കളിക്കുന്നത്. വേറെ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് വഴിയാണ് അവൻ കയറുന്നത്. ഞാൻ ഈ കാണുന്നതിൻ്റെ ഫാമാണ്. ഈ ഫാമിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടും. അതിന് ഫാം തുടങ്ങണം, അതിൽ നിന്നും കുറച്ച് പൈസ ഇസ്കാൻ. അങ്ങനെയാണ് ഞാൻ റിച്ച് ആവാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും ഇങ്ങനെ ആയിരിക്കും, അപ്പോൾ അധികം നമ്മൾ റിച്ച് ആവും. ഇത് വില്ലേജ് ബ്രീഡിങ് ഹാൾ ഇതുവഴി ഞാൻ എന്താ പറയുന്നത്, വില്ലേജേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഫാം ഉണ്ടാക്കും. ആൻഡ് ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയുക, ഇതിലെങ്ങാണോ എൻ്റെ ഇതിൽ സാധനം മോഷ്ടം പോയാൽ ഞാൻ നിർത്തും. ഞാൻ പിന്നെ കളിക്കൂല, ഞാൻ ഈ സർവറിൽ പിന്നെ കളിക്കൂല, ഉറപ്പ്. അതിനുമുമ്പ് ഞാൻ എൻ്റെ ചെസ്സിൽ ഐറ്റമൊക്കെ എൻ്റെ കൈ വെച്ചേക്കാം. കാര്യം പറയാൻ പറ്റൂല, ഏതെങ്കിലും ആല എടുത്തോട്ട് പോയാലോ. ഡയമണ്ട് എടുത്തേക്കാം. ഡയമണ്ടിന് വാല്യൂ 100 രൂപ ഉണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ വയ്ക്കൂല. അപ്പോൾ ഗൈസ്, ഈ സർവറിൻ്റെ IP പോർട്ട് എല്ലാ ഡിസ്ക്രിപ്ഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതന്നെ IP പോർട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജാവ പ്ലസ് ബെഡ്റോക്ക് ജാവയ്ക്ക് കയറാം. കൂടാതെ സർവറിൻ്റെ ഉടമസ്ഥനായ മണ്ടയ്ക്ക് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ടു ഫോറസ്റ്റ് ഗെയിമർ, അവൻ്റെ ചാനൽ ലിങ്കും കൂടാതെ അവൻ്റെ ഡിസ്കോഡും ഞാൻ കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല, ഡിസാസ്റ്റർ സർവർ ഫൈനലി ഡിസ്കോഡ് ലോഞ്ചായി. ആൻഡ് വൈകാതെ തന്നെ അത് പബ്ലിക്കാവും. അതായത് സർവർ പബ്ലിക് ലോഞ്ച് ആവും. അത് തന്നെ April 2 ലോഞ്ച്. അപ്പം എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവരും ചടപടാന്ന് വിചാരിക്കുമോ. ഡിസാസ്റ്റർ സർവീസ് പീസ്ഫുൾ ആൻഡ് പതേ എല്ലാവരും കളിക്കുക. എൻ്റെ വാറൊക്കെ നമുക്ക് നടത്താനുണ്ട്. ആൻഡ് ഫോറസ്റ്റ് ഗെയിമറിൻ്റെ ഇതിൻ്റെ അകത്തും എൻ്റെ വാർ വൈകാതെ തന്നെ തുടരും. അപ്പോൾ എല്ലാവരും റെഡി ചെയ്യുന്നു. എൻ്റെ അടുത്ത് മോനസ് പറഞ്ഞ് എനിക്കറിയില്ല എൻ്റെ വാർ ആയില്ലേന്ന്, എന്തായാലും വരും. അപ്പോൾ എല്ലാവരും റെഡി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തായിരിക്കും, എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല ലൂട്ടൊന്നും ഇല്ല. ഞാൻ കോപ്പർ ആർമർ പോലും മര്യാദയ്ക്ക് കേട്ടിട്ടില്ല. റീസൺ ഉണ്ട് ഗൈസ്. റീസണാണ് കുറേ പേരുണ്ട്. യൂട്യൂബർ റാങ്കിൽ നോക്കുവാണെങ്കിൽ ഞാനാണ് ടോപ്പെന്ന് തോന്നുന്നു. യെസ്, യൂട്യൂബറിലെ റാങ്കിൽ ഞാനാണ് ടോപ്പ്. എല്ലാവരും തുറന്ന് നോക്കുമ്പോൾ MC ഓൺ ദ ടോപ്പ്. ഇതോടെ ഇപ്പോൾ സംഭവിച്ചേ, ഐ ഡോണ്ട് നോ. കീബോർഡ് മൗസ് വർക്ക് ചെയ്യുന്നുണ്ട്, കീബോർഡ് ചത്ത്. ഓ വർക്ക് ചെയ്ത് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ വരുന്നത് ഗൈസ്. ഞാനിതാണ് എൻ്റെ വീട്ടി ഫാം. ഇതിൽ നിന്ന് എന്തെങ്കിലും ആയതിൽ പട്ടി വന്ന് എൻ്റെ ഈ സർവറിൽ കയറി എന്തെങ്കിലും എടുത്തോട്ട് പോയി അവരെ വെറുതെ വിടൂല, തീർത്തളഞ്ഞ്. എല്ലാവരും പീസ്ഫുള്ളായിട്ട് സ്വന്തമായിട്ട് അതിന് തളിക്കണേ, മറ്റുള്ളതൊന്നും മോഷ്ടിക്കാതെ. വളരെ മോശം. എനിക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പീസ് എൻ്റെ ആക്കുന്നതെന്ന് അറിയൂല. അതുകൊണ്ട് ഇവിടെ എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പെട്ട് ഗൈസ്. ആരും എൻ്റെ സാധനങ്ങളൊന്നും മോഷ്ടിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. വെയിറ്റ്, ഈ ചെസ്റ്റ് ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയൂല. കാര്യം ഈ ചെസ്റ്റ് നമ്മൾ വെക്കുമ്പോൾ തന്നെ ഇതൊരു ഈ ചെസ്റ്റ് എനിക്ക് തോന്നുന്നു ആർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എൻ്റെ ഡയമണ്ട്, കോപ്പർ, അയൺ എല്ലാം ഇതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. മീൻസ് നിങ്ങൾക്ക് മോനസ് ഗെയിമിനെ കാണണമെങ്കിൽ ഉറപ്പായും കയറുക. കാര്യം മോനസ് ഗെയിമിന് അവിടെ സബ്സ്ക്രൈബറിനെ കാരണം ധൃതിയാണ്. ഇവൻ ഈ വേൾഡിൽ വന്നപ്പോൾ സബ്സ്ക്രൈബറിനെ തേടിയാണ് പോകുന്നത്. അതുതന്നെ. പിന്നെ ഇപ്പോൾ മോനസ് ഗെയിം പണ്ടത്തെ പോലെയല്ല, ഭയങ്കര പതിയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, മോനസ് ഗെയിം എന്താ വീഡിയോസൊക്കെ ലേറ്റ് ഇടുന്നത്. അതാര്യം എക്സാം അവൻ്റെ തീർന്നിട്ടില്ല. എൻ്റെ എക്സാം അങ്ങനെ കഴിഞ്ഞു. നിങ്ങൾക്കറിയണോ റിസൾട്ട് ആയെന്ന്? ഞാൻ തന്നെ പറയാം, തോറ്റ്, ഫെയിൽഡ്, സക്സസ്ഫുൾ.
അപ്പം ഇന്ന് നമ്മൾ എന്ത് ഈ ചെയ്യാൻ ചോദിക്കാൽ ഞാൻ ഈ സർവർ കാണിച്ചു തരാൻ പറ്റും എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ലാഗ് കാണുന്നുണ്ടാവും, മൈൻഡ് ചെയ്യണം, നിങ്ങൾക്ക് അറിയാമെന്നല്ലേ എൻ്റെ ഫോൺ. ഇതാണ് എൻ്റെ ഫാം, തൽക്കാലമുള്ള ഫാം. ഇവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഇത് ഓരോ ദിവസവും കൂടുമ്പോൾ അപ്ഗ്രേഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇത് എൻ്റെയും മോൾസിൻ്റെ ഒരു ഐഡിയ ആണ് ഗൈസ്, റിച്ച് ആവാനുള്ള. ഇത് പൊട്ടിച്ച് വെള്ളം ഇങ്ങോട്ട് ഒഴിക്കാം, എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിവിടെ നമുക്ക് കൊണ്ടൊക്കെ പോവാം. ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് നമ്മളെ ഇൻവെർട്ടറൊക്കെ നല്ലത് 28 ഉണ്ട്. വെറുതെ എൻ്റെ നമ്മളതിൻ്റെ അകത്ത് പിന്നെ ഇതിൽ പൈസ സിസ്റ്റം എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തരാം. സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മളിത് നിൽക്കുക, ടീ നിൽക്കുക /ഷോപ്പ് എന്നടിക്കുക. ഷോപ്പ് എന്നടിച്ച് കഴിഞ്ഞാൽ വരും ഉണ്ടല്ലോ. ഇത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഗീസ്. ഫാർമി ഫുഡ് ഇതൊക്കെ നമുക്ക് വാങ്ങാൻ കഴിയും. ആൻഡ് ഫാർമിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഇപ്പം നടക്കുന്ന വില എന്നൊക്കെ പറയുന്നത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇതിലാണ്. 10 രൂപ 5 രൂപ കിട്ടും. ഇതും അതേപോലെ തന്നെ 4 രൂപ. ഞാൻ ഈ ബാമ്പു ഒത്തിരി വാങ്ങുവാണ് ഗീസ്, 16 എണ്ണം വാങ്ങിച്ചേക്കാം. കാര്യം നിനക്കറിയില്ല, ബാമ്പു ഒക്കെ നല്ല സാധനം. അതെ ഇതാണ് എൻ്റെ ഏരിയ. ഈ ഏരിയ എനിക്ക് വെക്കാൻ കഴിയും, ഒരാളൊരു ഉണ്ണയും ചെയ്യൂല, ആരും എടുക്കൂല. ഇത് എടുക്കുന്നവരുടെ കൈ ഞാൻ വെട്ടു. ഈ ഏരിയയിൽ എൻ്റെ സാധനം ആരും തൊടൂല. എനിക്ക് ഫോക്കസ് ചെയ്യേണ്ട സോംബീസൊക്കെയാണ്. അവന്മാർ ഇവിടെ കയറാതിരിക്കാൻ വേണ്ടി എനിക്ക് നോക്കാം. എന്തായാലും മോഷണം പോയാ വെറുതെ വിടില്ല, ഒന്നിനെ ഞാൻ തീർത്തളയും. ബാമ്പു വിറ്റാലും പൈസ കിട്ടും കേസ്. എങ്ങനെ നോക്കിയാലും ലാഭമാണ് വലുത്. ഇവിടെ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെയൊക്കെ നല്ല എനിക്ക് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്. വീറ്റ് ഫാമൊക്കെ പോകുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പം അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. റിച്ച് ആവണം. എൻ്റെ ഇതിലെ മെയിൻ ഗോളെന്ന് പറയുന്നത് 28 പോലെ റിച്ച് ആവണം. നടക്കൂല. റിച്ച് ആവണമെങ്കിൽ മിക്കവാറും 1 കോടിയെങ്കിലും വേണം. എന്തെങ്കിലും സാധനം മുട്ട പോവുകയാണെങ്കിൽ FCRൻ്റെ ലെസ് പ്ലേക്കകത്ത് ഫോക്കസ് ചെയ്യും. അപ്പോൾ ഗൈസ് എല്ലാവരും സർവറിലേക്ക് ഇരിക്കുക. സർവർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയില്ല, സർവർ വീഡിയോസ് അധികം ഒന്നും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ കളിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സർവർ എനിക്ക് ഇതാ തോന്നിയ ആ ഫീച്ചർ, മണി ഫീച്ചർ. ഞാൻ ഇതിനകത്ത് കയറിയിട്ടുള്ള സർവർ ഈ മണി ഫീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ഈ മണി ഫീച്ചർ പറഞ്ഞാൽ എന്തൊക്കെ വാങ്ങാൻ കഴിയുമെന്നറിയാവാ. ഇപ്പം ഞാൻ ഒന്നും വാങ്ങുന്നില്ല. മെയിൻലി ഫോക്കസ് ചെയ്യുന്ന റിച്ച് ആവാനാണ്. എനിക്ക് കാണിക്കില്ല സർവർ പ്ലേയേഴ്സ് MCM ഓറ വേറെ ലെവലാണ്. അത് തന്നെ നിങ്ങളും കയറി എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഞാൻ ഈ സംഭവം ഇവിടെ നട്ടേക്കാം. കാര്യം അത് അപ്ഗ്രേഡ് ആവാൻ കുറേ ടൈം എടുക്കും. മോൾസ് ഗെയിമിംഗ് കൂടെ വന്നിട്ട് ഞാൻ ഇത് ബാക്കി ചെയ്യൂ. ആൻഡ് മോൾസ് ഗെയിമിംഗ് ചാനൽ വൈകാതെ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അത് പറയാൻ മറന്നു, ഇപ്പോഴാണ് പറയുന്നത്. നമ്മുടെ ഡിസ്പ്ലേ വൈകാതെ തന്നെ ഇട്ട് തുടങ്ങി. നമ്മുടെ കീബോർഡ് മൗസിൻ്റെ USB ഹബ്ബ് കിട്ടി, ഞാൻ പറയാൻ മറന്നുപോയി. അത് കുറച്ച് ദിവസം എടുത്തു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെൻ്റെ പ്രോ കളികൾ ഇപ്പോൾ വീണ്ടും കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇതേ കൊല്ലം അവരിങ്ങനെ പാടേണ്ടി വന്നത്. ഇപ്പോൾ കീബോർഡ് മൗസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ കൊല്ലാൻ രസമുണ്ട്. നിൽക്കടാ എൻ്റെ കീബോർഡ് മൗസ് കിട്ടിയൊരു പീപ്പ് ടെസ്റ്റാണ് കഴിച്ചാൽ നടത്തുന്നത്. ഇപ്പോഴും ലാഗുണ്ട്, കൈ ഫോൺ ഹീറ്റായി. ചവടാ എൻ്റെ അപ്പൂപ്പൻ്റെ കിണ്ടി. ചാവ് ചത്തേ. ഓക്കെ, നമ്മുടെ വയസ്സിൽ പോവാം. ഇനി ഇത് വലുതാവണം. എനിക്കിത് മരം വെട്ടി കാശുണ്ടാക്കാം. വരുവീൻ നിങ്ങൾക്ക് പണക്കാരനാവാൻ ഇതിൻ്റെ അകത്ത് നോക്കിയിരുന്നോ? രാത്രി ആയില്ലേ? ഇത് രാത്രിയാടാ. ബെഡ് കൂട്ട. അതേ രാത്രി. ഇത് ചന്ദ്രൻ സണ്ണ് മാമൻ പോകുന്നു. സണ്ണ് മാമൻ പോയിട്ട് പോലെ ഇവനൊന്നും കാണിക്കുന്നില്ലല്ലോ. ഓ, ബാമ്പു പെട്ടെന്ന് വളരുമല്ലേ? ബാമ്പു ഫാം ഈസ് വെരി ഗുഡ് ഫാം. ബാമ്പ് നടത്തുവാണെങ്കിൽ ലാഭമാണ്. കാര്യം ബാമ്പുവിന് 4 കിട്ടും. ഇപ്പം നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫാം എന്ന് പറയുന്നത് ബാമ്പു ഫാം ആയിരിക്കും. ഞാൻ ബാമ്പു ഫാം നടത്തുവാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അമ്പാനിയാണെന്ന് എനിക്കല്ല ഉറപ്പുണ്ട്. നമ്മുടെ ഈ ആക്സ് എടുക്കുക. ആക്സ് വെച്ച് വാള തന്നെ വേണം പൊട്ടിക്കാൻ. ആക്സ് പോരെ? എടാ എൻ്റെ ഈ ബാമ്പു ഞാൻ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് വിൽക്കാനാണ്, വേറെ ഒന്നിനല്ല. എൻ്റെ സർവറിൽ എന്തെങ്കിലും സാധനം മോഷ്ടം പോയാൽ വാർസ് ഗെയിമിൻ്റെ നേരെ ഞാൻ വരും തെളിവും കൊണ്ട്. വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ സാധനം ഇന്നൊക്കെയാണ്, ഇന്ന സാധനം മോഷണം പോയി. എങ്ങനെ വാർസ് ഗെയിമിൻ്റെ ആ സാധനം വീണ്ടും വാങ്ങും.
എനിക്കറിയില്ല എങ്ങനെ സ്ഥലമൊക്കെ ക്ലൈം ചെയ്യണം. ക്ലൈം ചെയ്യാൻ വേണ്ടി സാധനമുണ്ട്, ഞാൻ ട്രൈയും ചെയ്തു. ഇതേ ഗോൾഡൻ ഷവൽ എടുത്ത് ഞാൻ യൂട്യൂബിൽ കണ്ട എങ്ങനെയാണ് നമ്മുടെ സാധനം, അതായത് സ്ഥലം എവിടെയാടാ സ്റ്റിക്ക് വേണം കൈ. സ്റ്റിക്കില്ലാതെ കാര്യം നടക്കൂല. ഞാൻ ഇതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചാ ഇല്ല, അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഓർസാണ് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇല്ല, സ്റ്റിക്കില്ല. എന്നെക്കൊണ്ട് മരം വെട്ടിക്കാനുള്ള പരിപാടിയോ മാറ എനിക്കറിയാം. പണ്ട് മുതലറിയാം എനിക്ക് മോജ അങ്ങനെ. എൻ്റെ എല്ലാ സാധനന്മാർ കട്ടെടുക്കുകയും ചെയ്യും, പറയത്തുമില്ല. അപ്പോൾ ഗൈസ് ഡിസാസ്റ്റർ സെർവറിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഡിസാസ്റ്റർ സെർവർ ബേറ്റ ടെസ്റ്റിംഗ് ആണ് നടക്കുന്നത്. അതായത് തന്നെ ഇപ്പോൾ ഡിസാസ്റ്റർ ജസ്റ്റ് ഒരു പേരാണ്, അതായത് ഈ സെർവർ ലോഞ്ച് ആവുന്നതിൻ്റെ ഒരു പേര്. ഞങ്ങൾക്ക് അറിയാനാണ് എത്ര പേര് ഈ സെർവറിൽ വരും, എങ്ങനെ സെർവർ പോകുന്നത്, അതിനനുസരിച്ച് വേണം ഞങ്ങൾ അടുത്ത സെർവർ ബൈ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ സെർവർ ബിൽഡ് ചെയ്യുന്നത് ഐക്കോണിക്കാണ്. അവൻ്റെ ഡിസ്കോഡ് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെർവർ ബൈ ചെയ്യാനുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോകാൻ നല്ല സെർവറൊക്കെ കിട്ടും. നിങ്ങൾ പറയുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലഗിൻസ് ആഡ് ചെയ്ത് തരും. ആൻഡ് നിങ്ങൾക്ക് അവിടെ പോയി സെർവറൊക്കെ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഞങ്ങൾ കുറച്ച് നേരം, അതായത് ഇതിനെ പറ്റി ഞങ്ങൾ കുറേ ചിന്തിച്ചിട്ടാണ് ഈ ഒരു കാര്യം എടുത്തത്. അതായത് ഡിസാസ്റ്റർ ബേറ്റ സെർവറാണ്, ബേറ്റ ടെസ്റ്റിംഗ്. ആൻഡ് ഇതിൻ്റെ ഫുൾ ലോഞ്ച് ആകുമ്പോൾ ഇതിൻ്റെ പേര് മാറും. ഡിസാസ്റ്റർ എന്ത് ചെയ്യുക കാര്യം, ഈ ലോകത്ത് കുറേ ഡിസാസ്റ്റർ സെർവറുണ്ട്. ഇതും കൂടെ ആയിക്കഴിഞ്ഞ് എന്തോന്ന് ഇപ്പോൾ ഒരു മലയാളത്തിൽ പറ്റിയൊരു പേര് വരും, അത് വോട്ടിൽ നടത്തുന്നതാണ്. നിങ്ങളടുത്തൊക്കെ ചോദിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡിസാസ്റ്റർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് തുടങ്ങുക ലോഞ്ച് ഇന്നേനെ ചെയ്യണമെന്ന്. ഇപ്പോൾ മോൻസ് ഗെയിം സഹിയിട്ട് ലോഞ്ച് ചെയ്തോളൂ. പിന്നെ ഞാൻ പറയാം, സെർവർ ഓണർ ഞാനല്ല, മോൻസ് ഗെയിമിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു അസിസ്റ്റൻറ്റ്, പലങ്കൈ എന്നൊക്കെ പറയത്തില്ല, അതേപോലെ തന്നെ. ആൻഡ് ഇതിൻ്റെ അകത്ത് കുറച്ച് യൂട്യൂബേഴ്സൊക്കെ കാണും. നിങ്ങളുടെ ഫേവറേറ്റായ യൂട്യൂബേഴ്സ് മോൻസ് ഗെയിമിംഗ് കാണുമെന്ന് എനിക്കറിയില്ല, ചോദിച്ചോ കൂടാം. ഇവിടേക്ക് ഈ ബാമ്പു അല്ല നമുക്ക് എടുക്കാം ഗീസ്. വിൽക്കണം, നമുക്ക് റിച്ച് ആവണം, എനിക്ക് അംബാനി ആവണം. 5 മണിക്കൂർ കളിച്ചിട്ട് ഇതുവരെയായിട്ട് സെർവർ എനിക്ക് ഒരു ഗിഫ്റ്റും കിട്ടിയില്ല. ഇതെല്ലാം താടാ ഗിഫ്റ്റ്. ഓക്കെ, നമുക്കിനി അവിടെ കൊണ്ട് കുറച്ചൊക്കെ കാര്യം, അവിടെ ഓൾറെഡി അതെന്തോ എതിരാട്ടാ, നമുക്ക് അവിടെ കൊണ്ട് കുറച്ചൊക്കെ ഗൈസ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി നമ്മുടെ വീറ്റ് ഫാമില്ലേ, അതുകൊണ്ട് ഇവിടെ നിറച്ചോ. വീറ്റ് വെക്കടാ, ബാമ്പു എൻ്റെ ബാമ്പു ഫാം. ഓക്കെ, ഇനി ഇത് വലുതായിക്കോളും. എൻ്റെ മോനെ കണ്ട സ്പീഡിങ്. ഇനി ഈ ബാമ്പ് കടന്ന് വലുതായിക്കോളും. ഞാൻ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടാക്കുള്ള മെയിൻ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ എന്താ വീഡിയോ ഇടാത്ത അതിൻ്റെ റീസൺ കാര്യങ്ങൾ ഇതാണ്. ഈ സെർവറിലെ ഗ്രൈൻഡിങ് നിങ്ങൾക്കറിയാമല്ലോ, MCGamer ഏതൊരു സെർവറിന് അടിച്ചായി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഇല്ല, അത് വീഡിയോ ഇടാറില്ല. നമ്മൾ ഡിസ്പ്ലേ വൈകാനാണ് കൊണ്ടുവന്നിരിക്കും. എങ്ങനെ ബാമ്പ് വിൽക്കുമെന്ന്. ഇപ്പോൾ ബാമ്പ് ഇങ്ങനെ വെട്ടതിന് ശേഷം ബാമ്പ് നമ്മുടെ ഇൻവെൻറ്ററി വരും 10 എണ്ണം. ആൻഡ് നിങ്ങൾക്ക് 2 വഴിയുണ്ട് സെല് ചെയ്യാൻ, 2 അല്ല 3 വഴിയുണ്ട്. അപ്പം ആ 3 വഴി എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ചാറ്റ് ഇടുക. ഒന്നാമത്തെ വഴിയാണ് /shop. ഇത് ഇത്തിരി പാടുള്ള മെത്തേഡാണ്. കാര്യം ഷോപ്പ് എടുത്തിട്ട് നമ്മൾ വിൽക്കേണ്ട സാധനം ഏതാ അത് ക്ലിക്ക് ചെയ്യണം. ഇതാ നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മൗസ്, അതായത് റൈറ്റ് ക്ലിക്ക് അല്ല ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണം. ലെഫ്റ്റാണോ റൈറ്റാണോ അതിൻ്റെ ആട്ടാ, ഏതെങ്കിലും ഒരു ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സെല് ചെയ്യാൻ കഴിയും. ഇത് പർച്ചേസ്, അതായത് നിങ്ങൾ മൗസിൻ്റെ ഷീൽഡ് പിടിക്കുന്ന ബട്ടൺ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. അറ്റാക്ക് ബട്ടൺ നിൽക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇതിപ്പോൾ എനിക്ക് വിൽക്കാൻ കഴിയും, 4 രൂപ കിട്ടും. ബട്ട് ഞാൻ ഇങ്ങനെയല്ല വിൽക്കാൻ പോകുന്നത്, ഒരു വേറെ ടെക്നിക്ക് ഉണ്ട്, ഇനിയും ടിക്കൊക്കെ ഉണ്ട്. അപ്പോൾ വിൽക്കേണ്ട സാധനം നിങ്ങൾ കയ്യിൽ പിടിക്കുക, എന്നിട്ട് അത് വീണ്ടും തീ അടിക്കുക. ആൻഡ് /സെല്ല് ഹാൻഡ് അടിച്ചാൽ മതി, അത് സെല്ലായിക്കോളൂ. ഹാൻഡ് അടിക്കണം, അല്ലെങ്കിൽ GUI ക്ലൈം, അല്ലെങ്കിൽ സെല്ല് ഓൾ. ഞാൻ GUI പറയുന്നത്. അത് എൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ GUI വരും. മൈൻഡിൻ്റെ കേസ് ഇതിങ്ങനെയാണ്. ആൻഡ് ഇത് നിങ്ങളിത് ഇതിനകത്ത് കൊണ്ട് വെക്കുക. ആൻഡ് നിങ്ങൾ ഇത് ക്ലോസ് ആകുക, ജസ്റ്റ് ഒന്ന് ക്ലോസ് ആക്കിയാൽ മതി. 40 രൂപ കിട്ടി. കണ്ടാ, ഞാൻ റിച്ചായി. 40 രൂപ ഇപ്പം തന്നെ ഉണ്ടാക്കി. ആൻഡ് ഇതിൽ ഏറ്റവും ഈസിയസ്റ്റ് ഫാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റ്. ടോപ്പ് 1 നിൽക്കുന്നത് ബാമ്പു ഫാം, ടോപ്പ് 2 വീറ്റ്, ടോപ്പ് 3 ക്യാരറ്റ്, ടോപ്പ് 4 അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. കണ്ടാ, ഇതെന്ത് പെട്ടെന്ന് വലുതാവുന്നില്ലേ? ഒരു വട്ടം വലുതായാൽ നമ്മൾ അംബാനിയെന്നാണ് അർത്ഥം. നിങ്ങളല്ല, ഞാൻ അംബാനിയെ. നിങ്ങൾ വന്ന് ഗ്രൈൻഡ് ചെയ്ത് തുടങ്ങിക്കോ. MCGamer പൊട്ടിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വാ, നമുക്ക് നോക്കാം എന്നെ ആര് പൊട്ടിക്കുമെന്ന്.
അതായത് ആരുടെ പൊട്ടിക്കാൻ പോകുന്നില്ല. കാര്യം ഇതും കഴിഞ്ഞ് ഞാൻ ലെസ്പ്ലേ എടുക്കും, ഇതിൽ തന്നെ ഇരിക്കും. ലെസ്പ്ലേ എടുക്കുമെന്നൊക്കെ പറയും. എന്നാലും ഞാൻ ഈ സെർവർ വെച്ചോടിക്കും. അത്ര ഇഷ്ടപ്പെട്ടു പോയി. ആൻഡ് ഇത് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. മിനിറ്റ് എടുക്കുക സ്ലാഷ് സെൽ. ആ സെല്ല് ഹാൻഡ് ഉണ്ടായിരുന്നല്ലോ, മോൾസിന് ഞാൻ പറഞ്ഞു കൊടുത്തയാ. എനിക്ക് തോന്നുന്നു ആ സെല്ല് ഹാൻഡ് മാറ്റിയിരുന്നു. സെല്ലുകൾ വേണ്ട, ഞാൻ GY കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ആൻഡ് സെല്ല് ചെയ്യേണ്ട സാധനം അകത്തോട്ട് ഇങ്ങനെ പടവെന്നും പറഞ്ഞിടുന്നു. ഇതെങ്ങനെ ബാക്ക് അടിക്കുന്നത്? എൻ്റർ 160 രൂപ ഇപ്പത്തും ഉണ്ടാക്കി. ഇതെന്തോന്ന് വേണ്ട, ഇത്ര ഉള്ളൂ. 32 ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ച് KMC ക്യാമറയിൽ ആളെ ഞാൻ റിച്ച് ആവുന്ന കാര്യത്തിൽ ഉറപ്പല്ലേ. അവിടുത്തെ ആ ബാബോയ്ക്ക് അത് പടയെന്ന് പറഞ്ഞ് പിടിച്ചു വരുന്നത്. അതായാലും ഞാൻ റിച്ച് ആവുന്ന കാര്യത്തിൽ ഉറപ്പായി. ഇനി എന്തായാലും നിങ്ങൾ പോയിട്ട് നാളെ വീഡിയോ വന്ന് ഇല്ല എന്നാൽ അടുത്ത ആഴ്ച അടുത്ത ആഴ്ച വീഡിയോ ചിലപ്പോൾ ചോദിക്കും. അടുത്ത വർഷം വന്ന് വരും. ചിലപ്പോൾ നാളെ തന്നെ വരും. ഞാൻ നാളെ ഇടാൻ നോക്കാം. ടാറ്റ ബേബി. സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആവാം. ഗൂഗിൾ അസിസ്റ്റൻറ്റ് സ്ക്രീൻ റെക്കോർഡ് ഓഫ് ആയിക്കേ.